ഇടുക്കിയുടെ ഹൈറേഞ്ചിൽ ഇതിപ്പോൾ കാപ്പി പൂക്കുന്ന കാലമാണ് കേട്ടോ. നേരമൊക്കെ ഒന്ന് പുലർന്നു വരുമ്പോൾ കാപ്പിച്ചെടി ആകെ വെള്ളപ്പൂക്കൾ നിറഞ്ഞു കാണും. ഒപ്പം തന്നെ നല്ല തണുത്ത കാറ്റിൽ ഈ കാപ്പിപ്പൂവിൻ്റെ സുഗന്ധം പോലും ഒഴുകിയെത്തും. വർഷത്തിൽ കാപ്പി പൂക്കുന്ന കാഴ്ചയും സുഗന്ധവും മനം മയക്കുന്നത് തന്നെയാണ്. നമുക്ക് ആ അതിമനോഹരമായ കാഴ്ച ഒന്നിച്ച് കാണാം. മകരത്തിൽ മഞ്ഞു പെയ്യുമ്പോഴും വേനലിൽ പുതുമഴ പെയ്തിറങ്ങുമ്പോഴുമാണ് പൂർണ്ണ തേജസ്സോടെ കാപ്പിച്ചെടികൾ പൂവിടുന്നത്. മെറൂൺ നിറത്തിലുള്ള കുഞ്ഞുമുട്ടുകൾ കാപ്പിച്ചെടിയാകെ നിറയുന്നത് വേഗം ശ്രദ്ധിക്കപ്പെടില്ല. മുട്ടിട്ടാൽ 1-2 ദിവസത്തിനുള്ളിൽ പൂക്കൾ ഒന്നാകെ വിരിയും. കഴിഞ്ഞ കുറച്ചു നാളുകളിലായി കാപ്പിപ്പൂ സുഗന്ധവും വെൺമഞ്ഞു പെയ്ത പോലുള്ള പ്രഭാതങ്ങളുമാണ് ഹൈറേഞ്ചിലെ കാഴ്ച. വേനൽ മഴയുടെയും മഞ്ഞിന്റെയും തോതനുസരിച്ചാണ് കാപ്പിച്ചെടികൾ പൂക്കുന്നത്. പുതുമഴ പെയ്ത് കുതിർന്ന മണ്ണിന്റെ മണവും കാപ്പിപ്പൂക്കളുടെ ഗന്ധവും ചേർന്ന് പുലരികൾ മത്തുള്ളവയാകും. പാലമരത്തിന്റെ ഗന്ധം പോലെ മത്തുപിടിപ്പിക്കുന്ന ഒരുതരം ഗന്ധമാണ് കാപ്പിപ്പൂവിന്റേതും. 3 ദിവസത്തിൽ താഴെ മാത്രമാണ് പൂവിന് ആയുസ്. 4-5 ദിവസം കൊണ്ട് കാപ്പിപ്പൂക്കൾ കരിഞ്ഞുണങ്ങുകയാണ് പതിവ്. കാപ്പിപ്പൂത്ത് കരിഞ്ഞുണങ്ങിയാൽ ആ കാർഷിക വർഷം നല്ല വിളവുണ്ടാകുമെന്നാണ് പഴമക്കാരുടെ ചൊല്ല്. വേനൽ മഴ കടുത്ത് മഴ പെയ്ത് വെള്ളമിറങ്ങിയാൽ പൂക്കൾ നശിക്കും. ഇത് കാപ്പിയുടെ വിളവ് കുറയാൻ ഇടവരുത്തും. മാർച്ച് ഏപ്രിൽ മാസത്തോടെ മുഴുവൻ കാപ്പിയും പൂവിടും. പിന്നീട് ആർത്തലച്ചു പെയ്യുന്ന മഴയ്ക്കൊപ്പം കാപ്പിക്കുരു വളരാൻ തുടങ്ങും. ഓരോയിടത്തും വർഷത്തിൽ 2-3 ദിവസം മാത്രമേ കാപ്പിപ്പൂവിന്റെ മാദകഗന്ധം നിറഞ്ഞ് പുലരുകളുണ്ടാകൂ. ഇളം കാറ്റിലെ കാപ്പിപ്പൂ സുഗന്ധം ഇടുക്കിയുടെ ഹൈറേഞ്ചിനെ തൊട്ടുണർത്തുകയാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.